അപ്പോൾ അങ്ങനെ ഞാൻ DSRA കണ്ടു. ഡയറക്ടർ രാഹുൽ സദാശിവന്റെ തന്നെ ഭൂതകാലം കുറച്ചും കൂടെ വലിയ സെറ്റപ്പിൽ ചെയ്തേക്കുന്ന പോലെ തോന്നി. പക്ഷേ ഭൂതകാലത്തിന്റെ അത്ര ഹോണ്ടിങ് ആയിട്ടും തോന്നിയില്ല. അതിന്റെ റീസൺ എനിക്ക് തോന്നിയത് ഭൂതകാലം അതിന്റെ കഥ നടക്കുന്ന ഒരു ചെറിയ വീട്ടിലാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ വീട് ഭയങ്കര സ്പേഷ്യസ് ആണ്. ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞാൽ ഈ ഇടുങ്ങിയ റൂമിലോ അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസിലോ എന്തെങ്കിലും പേടിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു കൺജഷൻ ഫീൽ ചെയ്യും. എവിടെ ഓടി ഒളിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ എന്നുള്ള തോട്ട് നമ്മുടെ മൈൻഡിൽ വരും, ഈ ക്ലോസ്ട്രോഫോബിയ ഒക്കെ പോലെ. പക്ഷേ ഇവിടെ ഈ കഥ നടക്കുന്ന ഒരു വലിയ വീട്ടിലായതുകൊണ്ട് ഓടി ഒളിക്കാൻ വേറെ സ്ഥലം ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരും. അത് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ ആഘാതം കുറച്ച് കുറയ്ക്കും. അതിനൊരു എക്സാമ്പിൾ, ഈ വലിയ വീട്ടിൽ നടക്കുന്ന ഈ പ്രേതത്തിൻ്റെ ഇൻസിഡൻസിനേക്കാൾ കൂടുതൽ എഫക്റ്റ് എനിക്ക് ആ മധുചേട്ടൻ്റെ വീട്ടിലുള്ള ആ ഒരു ഒറ്റ ഇൻസിഡൻറ്റിൽ കിട്ടിയെന്നുള്ളതാണ്. ഇനി പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ പ്രണവ് നല്ല കിഡുമായിട്ട് ചെയ്തു. പിന്നെ മധുചേട്ടനായിട്ട് അഭിനയിച്ച പുള്ളി കിടിലനായിരുന്നു. പിന്നെ എസ്തെറ്റിക് കുഞ്ഞമ്മ അരുൺ, പുള്ളിക്കാരൻ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അനിയൻ്റെ റോള് നല്ല നൈസായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് പറയേണ്ട ഏലിയാമ്മയായിട്ട് അഭിനയിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ക്ലൈമാക്സ് സീന് വിഷയ സാധനമായിരുന്നു. പിന്നെ മേക്കിങ്ങും സെറ്റ് വർക്കും പ്രോസറ്റിക്സ് എല്ലാം നല്ല ടോപ്പ് നോച്ച് വർക്കായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുമായിരുന്നു. സെക്കൻഡ് ഹാഫ് സ്റ്റോറിയിൽ കുറച്ച് ഭാഗം പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് വെച്ചാൽ ബാക്കി ഡീസൻറ്റ് വാച്ച് ആയിരുന്നു DSRA. കൂടെ കാണുന്നവരുടെ കമൻ്റ് അടി കേൾക്കാൻ സാധ്യതയില്ലാത്ത തിയേറ്ററിൽ പോയാൽ നല്ലപോലെ പേടിക്കാം.